നിങ്ങൾ കാരണം പൈപ്പ് ഇടാനുണ്ടോ എന്നുള്ള ഈ മഴക്കാലത്ത് അടുത്ത് അതിൽ നടന്നെങ്കിലും പോകണ്ടേ? പൈപ്പ് ഇടാൻ റെഡിയാകുമ്പോ മാത്രമേ റൂൾ പൊളിക്കാവുള്ളൂ. നിങ്ങൾ ആദ്യം ഒന്ന് പൊളിക്കും. സാറേ, ഇവര് ഒരു സ്ഥലത്ത് പൈപ്പ് ഇടാൻ നിങ്ങൾ എത്ര തവണ ആ റോഡ് പൊളിക്കുന്നുണ്ടെന്നൊന്ന് പറയാമോ? മലയോര മേഖലയിലെ വിവിധ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ചർച്ച ചെയ്തും പ്രശ്നപരിഹാരത്തിനുള്ള മാർഗനിർദ്ദേശങ്ങൾ അവലംബിച്ചും ഇരിട്ടി താലൂക്ക് വികസന സമിതി യോഗം ചേർന്നു. ഇരിട്ടി ബ്ലോക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫിന്റെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരും കൌൺസിലർമാരും ജനപ്രതിനിധികളും തങ്ങൾ അനുഭവിക്കുന്ന വിവിധ വിഷയങ്ങൾ ഉന്നയിക്കുകയും വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥരോട് മറുപടി ആരായുകയും ചെയ്തു. എല്ലാ വിഷയങ്ങളിലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ജാഗ്രത പുലർത്തണമെന്നും പരിഹാര മാർഗങ്ങൾ കാലതാമസമില്ലാതെ പൂർത്തിയാക്കണമെന്നും മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി അധ്യക്ഷനായിട്ടൊരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയും യോഗം ചേർന്നായിരുന്നു. ഈ കാര്യങ്ങളിലെല്ലാം വർക്ക് ഏൽപ്പിച്ചിരിക്കുന്നത് PWD കെട്ടിട വിഭാഗത്തെയാണ്, ബിൽഡിംഗ് വിങ്ങിനെയാണ്. നിങ്ങളാണ് മേൽനോട്ടം വഹിക്കേണ്ടത്. പുതിയ കരാറുകാരനെ വെച്ചു, കരാറുകാരനെ കൊണ്ട് പണിയെടുപ്പിക്കേണ്ടത് നിങ്ങളാണ്. പണി കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളാണ്. വേഗത്തിലാക്കേണ്ടത് നിങ്ങളാണ്. ഒന്നുകൂടി ശക്തമായിട്ട് അത് ആവശ്യപ്പെടുന്നു. മഴക്കാലത്ത് വെള്ളക്കെട്ട് രൂപപ്പെട്ട് പയ്യഞ്ചേരി മുക്കിലടക്കം അനുഭവപ്പെടുന്ന ദുരവസ്ഥ ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ വി വിനോദ്കുമാർ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. റോഡരികിലെ അപകട ഭീഷണിയുള്ള മരങ്ങൾ മുറിച്ചു നീക്കാൻ പൊതുമരാമത്ത് വകുപ്പും സോഷ്യൽ ഫോറസ്റ്ററിയും യാഥാർത്ഥ്യബോധത്തോടെയുള്ള നടപടി സ്വീകരിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. ഇരിട്ടി താലൂക്ക് ആശുപത്രിയിൽ ഗൈനക്കോളജി വിഭാഗം തുടങ്ങുന്നതിന് ബന്ധപ്പെട്ട വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് മന്ത്രി സണ്ണി ജോസഫ് യോഗത്തെ അറിയിച്ചു. ആറളത്തെ കാട്ടാനകളെ നിയന്ത്രിക്കുന്നതിനായി ആനമതിലിന്റെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചു ചേർക്കാനും മന്ത്രി പറഞ്ഞു. അപകടകാരിയായ വലിയ മോഴയാനയെ പിടികൂടി മാറ്റണമെന്ന് അംഗങ്ങൾ ഐക്യകണ്ഠേന ആവശ്യപ്പെട്ടു. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ബോബി അണ്ണച്ചേരി, ജെയ്സൺ കാരക്കാട് എന്നിവരും ആറളം, അയ്യങ്കുന്ന്, കണിച്ചാർ, കേളകം, കൊട്ടിയൂർ, പായം, ഉളിക്കൽ എന്നീ ഗ്രാമപഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാരും ഇരിട്ടി, പേരാവൂർ എന്നിവിടങ്ങളിലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരും മട്ടന്നൂർ നഗരസഭാ വൈസ് ചെയർമാനും ഇരിട്ടി തഹസിൽദാറായ എൻ സീമയും പങ്കെടുത്തു. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ PK ജനാർദ്ദനൻ, KV സക്കീർ ഹുസൈൻ, ഇബ്രാഹിം മുണ്ടേരി, തോമസ് തയ്യിൽ, പായം ബാബുരാജ്, മാത്തുക്കുട്ടി പന്തപ്ലാക്കൽ, രാമകൃഷ്ണൻ കൊട്ടിയൂർ എന്നിവരും വിവിധ വകുപ്പ് മേധാവികളും യോഗത്തിൽ സംസാരിച്ചു. കാർഷിക മേഖലയിലെ നിരവധിയായിട്ടുള്ള പദ്ധതികളുണ്ട്. അതിനൊക്കെ ഭൂനികുതി, പുതിയ സാമ്പത്തിക വർഷത്തെ ഭൂനികുതി ആവശ്യമാണ്. പക്ഷെ ഇപ്പോൾ അവിടെ ടോക്കൺ കൊടുത്തുകൊണ്ട് ഒരു 10-15 ദിവസം കഴിഞ്ഞതിന് ശേഷം അവർക്ക് നികുതി എടുക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ യോഗത്തിലും ഞങ്ങൾ സൂചിപ്പിച്ചിരുന്നു. പക്ഷേ അത് വേണ്ടത്ര സ്പീഡായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിച്ചിട്ടില്ല. പ്രൈം വിഷൻ ന്യൂസ്, ഇരിട്ടി.